ഇതെടുത്തൊരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനാണ്. നെക്കിൻ്റെ മുകളിൽ ഫ്രണ്ട് ചുരിദാറിൻ്റെയൊക്കെ ഫ്രണ്ട് പോർഷനിൽ ചെയ്യുക. ഇതെങ്ങനെ ചെയ്യാന്ന് കാണിച്ചത്. ഞാനൊരു നെക്കിൻ്റെ ഫ്രണ്ട് പോർഷനിലല്ലാതെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതേമാതിരി ഇത് സ്ക്വയർ നെക്ക് ഇങ്ങനെ വരും. പിന്നെ ആ മുന്നിൽ വരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, ഞാൻ ചെറുതായിട്ടാണ് വരച്ച് എങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഒരു ഡിസൈൻ അതിൻ്റെ മുകളിൽ ചെയ്യുന്ന വിധം കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ മഞ്ഞ നൂലുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ ഡിസൈൻ ഇവിടെ ഉണ്ടല്ലോ, ഈ ലൈൻ ഉണ്ടല്ലോ ഇവിടെ ഉള്ള ഈ ലൈൻ എടുക്കുക. അത് ആദ്യം സ്റ്റെം സ്റ്റിച്ചിൽ ചെയ്തെടുക്കുക. കണ്ടോ, ഒരു ലൈനുണ്ട്, ഒരു ലൈൻ ആദ്യം മഞ്ഞ നൂലുകൊണ്ട് സ്റ്റെമ്മിൽ ചെയ്തെടുക്കുക. 3 സ്റ്റാൻഡ്സിനാണ് നൂലെടുത്ത് 3 സ്റ്റാൻഡ്സിൽ നൂലെടുത്തിട്ട് മഞ്ഞ കളറുണ്ടാവും. ഡോളീൻ്റെ നൂലാണ്. ഇങ്ങനെ ഈ ലൈന് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് ഇതുവരെ ഒരു ലൈന് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഒരു സ്റ്റെം സ്റ്റിച്ചിൽ ഒരു ലൈന് ചെയ്തെടുക്കുക. ഇത് നോക്കുന്നത് ഞാൻ ഈ ഫുള്ളായിട്ട് ഈ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അടുത്ത ഇതിനോട് ചേർന്നിട്ട് ഈ പച്ച കളറുള്ള നൂലാണ് നൂല്, ഡോളീൻ്റെ നൂല്. ഇത് ചേർന്ന് അടുപ്പിച്ച് ചെയ്തെടുക്കുക. അതും സ്റ്റെം സ്റ്റിച്ചിൽ. അപ്പോൾ ഒരു ബോർഡർ ലൈൻ മാതിരി വരും ഇവിടെ. കണ്ടേ, ഇത് നൂല് ഇത് കെട്ടിയിട്ടില്ലായിരുന്നു. അടിക്ക് കുരുക്കിട്ടില്ലായിരുന്നു. അതേമാതിരി അടുപ്പിച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബോർഡർ ലൈൻ മാതിരി അതിൻ്റെ മുകളിലായിട്ട് ഇതേമാതിരി തയ്ച്ചെടുക്കുക. ഇതേമാതിരി മഞ്ഞ ചെയ്ത മാതിരി തന്നെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കും. അതേമാതിരി ഞാനൊരു പച്ച ഫുള്ളായിട്ട് ലൈൻ തയ്ച്ചെടുക്കും. അടുത്ത് ഇതിനോട് ചേർന്നിട്ട് ഈ മഞ്ഞേനെ ഒരു ലൈനും കൂടെ കൊടുക്കുക. അങ്ങനെ വേണം അത്. അപ്പോൾ ഒരു ചെറിയൊരു ബോർഡർ മാതിരി വന്നു സ്റ്റെമ്മിൽ തന്നെ കൊടുത്താൽ മതി. ഉണ്ടോ, കെട്ടിക്കൊടുക്കാവോ എല്ലാം നമ്മൾ എങ്ങനെയാ അറിയില്ല. ഇതേമാതിരി ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു സ്റ്റെം സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റെം തന്നെയാണ് കൊടുത്തത്. ആദ്യം സ്റ്റെം തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അതേമാതിരി തന്നെ ഒരു ബോർഡർ, ചെറിയൊരു സ്മോൾ ബോർഡർ ലേസൊക്കെ വെച്ച മാതിരി ഒരു ബോർഡർ വരികയാണ്. ഇതേമാതിരി ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേമാതിരി ലൈന് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ ഈ ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ഇതേമാതിരി തന്നെ ഈ മഞ്ഞ
പിന്നെ പച്ച, പിന്നെ മഞ്ഞ. അതേമാതിരി തന്നെ ഒരു ബോർഡർ അവിടെ ഉണ്ടാക്കി കൊടുക്കണം. രണ്ട് സ്ഥലത്തും ചെയ്തെടുക്കണം അതേമാതിരി തന്നെ. അപ്പം ഞാനിതാ രണ്ട് സൈഡ് ഇതേമാതിരി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനൊരു ലൈന് വരച്ചിട്ടുണ്ട് ബോക്സ് ഉണ്ടാക്കുന്നത്. അപ്പം മഞ്ഞ നൂലെടുത്തിട്ട് ഈ ബോക്സ് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ. അപ്പോൾ ബോക്സ് എങ്ങനെ ഉണ്ടാക്കാമോ, അങ്ങനെ നീളത്തിലുള്ളൊരു ഇത് ഞാൻ തയ്ച്ച് കാണിച്ചത്. ഈ നീളത്തിലുള്ള ഇതേമാതിരി എല്ലാം തയ്ച്ചെടുക്കണം. മൂന്ന് ലെയറിൽ തന്നെയാണ് നൂലെടുത്തത്. എടുത്തിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. ഈ ലൈനിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. തിരിച്ച് വെച്ച് ചെയ്തേക്കാം, എളുപ്പം കിട്ടും. എന്താ ചില സ്ഥലത്ത് വെട്ടാൻ ഭയങ്കര പ്രയാസം. ഇത് അതേമാതിരി റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഇനി ഇത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് എടുത്തിട്ട് കൊണ്ടെടുക്കുക. എടുത്തിട്ട് ഇതെങ്ങനെ ചെയ്തെടുക്കുക, ഓരോന്നുള്ള കൂടെ ഇങ്ങനെ ഒരു ലൈന് മാറി വരും. ഒരു സ്റ്റെം സ്റ്റിച്ചിൻ്റെ ഒരു വേറെ വിധാനമുണ്ട്. ഈ ലൈന് ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കണം.
ഇതേമാതിരി ഞാൻ ചെയ്തെടുത്ത മാതിരി ലൈനുകൾ ഫുള്ളായിട്ട് ചെയ്തെടുത്ത ഒരു ബോക്സ് ഫുള്ളായിട്ട് ബോക്സ് വരും. അങ്ങനെ ചെയ്തെടുക്കുക. അതേമാതിരി ഞാൻ ബോക്സ് ഉണ്ടാക്കി ചെയ്തെടുത്തു. ഈ ബോക്സിനുള്ളത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ 4 എണ്ണത്തിനുള്ളിൽ ഓരോ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം ഇവിടെ കണ്ടു ഞാൻ അത് 6 സ്റ്റാൻഡ്സിലായിട്ട് നൂലെടുത്തത്, പച്ച നൂലെടുത്ത് 3 എടുത്തിട്ട് നടുവും ഇതാക്കിയാൽ 6 സ്റ്റാൻഡ്സ് ആകില്ല. അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് ചുറ്റിതിൻ്റെ ഒന്ന് തിക്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇവിടെ വേണമെങ്കിൽ സീക്വൻസ് ഒട്ടിച്ച് കൊടുത്താലും മതി. സീക്വൻസ് ഒട്ടിച്ചാലും നന്നാവും. പച്ച സീക്വൻസ് ഒട്ടിക്കുന്നതിന് അതിന് പോലെ ഫ്രഞ്ച് നോട്ട് ഇടുന്നു. ഇതേമാതിരി ഫ്രഞ്ച് നോട്ട് ഇടും. ഇതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ല ഭംഗിയുണ്ടാവുക. ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഇതിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ് ഇതിൻ്റെ വർക്ക് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്.